ഹലോ! ഇന്നൊരു കുഞ്ഞു ഡേ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഈ ഓടുന്നത് വിവാൻകുട്ടി സ്കൂളിൽ കൊണ്ടുവിടാൻ വേണ്ടിയുള്ള ബസ് പിടിക്കാനാണ് കേട്ടോ. അപ്പം നേരം വെളുത്തപ്പം തൊട്ട് എടുക്കണമെന്ന് വിചാരിച്ചാണ് വീഡിയോ. പക്ഷേ അതൊന്നും നടന്നില്ല. കാരണം രാവിലത്തെ തിരക്കിനിടയിൽ കുറച്ച് പാടാണ് വീഡിയോ എടുക്കാൻ. അങ്ങനെ പോകുന്ന വഴിക്കത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മുടെ ബസ് അവിടെ വന്ന് കിടപ്പുണ്ട്. അത് പക്ഷേ ടൈമിനേ എടുക്കത്തുള്ളൂ എത്ര ഓടിപ്പിടിച്ച് നമ്മൾ പോയാലും. പിന്നെ ഇവിടുത്തെ ബസ്സിനുള്ളിൽ ഡ്രൈവർ മാത്രമേ ഉള്ളൂ. കണ്ടക്ടർ, കിളി ഈ പറയുന്ന ആൾക്കാരൊന്നും ഉണ്ടാവില്ല. ബസ് ഡ്രൈവറിൻ്റെ അടുത്ത് തന്നെ ഒരു സ്കാനിങ് മെഷീനുണ്ട്. അതിൽ നമ്മുടെ കാർഡ് സ്വൈപ്പ് ചെയ്യുക, നമുക്ക് അകത്ത് ടിക്കറ്റ് കിട്ടും. ഞാൻ മന്ത്ലി പാസ് എടുത്തേക്കുന്നത് കേട്ടോ ഫസ്റ്റ് ബസ്സിൻ്റെ. അതെടുത്ത ഒരു ഗുണമെന്ന് വെച്ചാൽ ഒരു ദിവസം എത്ര ടൈം വേണോ അങ്ങോട്ടും ഇങ്ങോട്ടും എനിക്ക് യാത്ര ചെയ്യാൻ പറ്റും. ആ നിൽക്കുന്ന ആരാണെന്ന് അറിയാമോ? അതാണ് ലോലിപോപ്പ് ലേഡി. സ്കൂൾ കുട്ടികളെ ക്രോസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് കേട്ടോ. രാവിലെയൊക്കെ നല്ല തിരക്കായിരിക്കുമല്ലോ റോഡിൽ. ഇവിടെ എല്ലാ സ്കൂളിലും ഇതുപോലെ ക്രോസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയുള്ള ലോലിപോപ്പ് ലേഡീസോ അല്ലെങ്കിൽ ലോലിപോപ്പ് മെൻസോ കാണും കേട്ടോ. അപ്പം കുട്ടികൾക്ക് സേഫായിട്ട് റോഡ് ക്രോസ് ചെയ്യാം. അങ്ങനെ ഞാൻ വിവാൻകുട്ടി എന്നുകൊണ്ട് ഉമ്മയൊക്കെ കൊടുത്ത് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് വിട്ടിട്ടുണ്ട്. വിവാൻ്റെ ഓട്ടം കണ്ടാൽ തോന്നി ഇപ്പോൾ സ്കൂളിൽ ബെല്ലടിച്ച് കയറാൻ സമയമായെന്ന്. അവൻ്റെ ഫ്രണ്ട് അവിടെ വന്ന് വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്. അവനെ കാണാൻ വേണ്ടിയുള്ള ഓട്ടമാണത്. അങ്ങനെ വിവാൻകുട്ടിയെ സ്കൂളിലൊക്കെ വിട്ടു. ഇനിയിപ്പം നേരെ ജിമ്മിൽ പോയി ഞാൻ. നമ്മുടെ അവിടെ നിന്ന് തന്നെയുള്ള ബസ്സാണ്. അപ്പോൾ അത് കറക്റ്റായി ഞാൻ ഇവിടുന്ന് ബസ് സ്റ്റോപ്പ് വരെ നടക്കുമ്പോഴത്തേന് ആ ബസ് വരും. ഇനി വീണ്ടും തിരിച്ച് വീട്ടിൽ പോയിട്ട് വേണം വിവാൻകുട്ടിയെ വിളിക്കാൻ വരാൻ. രാവിലെ തൊട്ട് നല്ല ഓട്ടമാണ്. രാവിലെ 6 മണിക്ക് തുടങ്ങുന്ന ഓട്ടമാണ്. ശരിക്കും പറഞ്ഞാൽ മൺഡേ ടു ഫ്രൈഡേ ഇരിക്കാൻ നേരമില്ലെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഫ്രൈഡേ നെക്സ്റ്റ് ഫ്രൈഡേ ചിലപ്പോൾ എൻ്റെ ഫ്രണ്ട് വിളിച്ചുകൊണ്ട് വരും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു 2 ദിവസം ഇച്ചിരി സമാധാനമുണ്ട്. ഇന്ന് ചെറിയൊരു തണുപ്പുണ്ട്. രാവിലെ നമ്മൾ കുറച്ച് നേരത്തെ എത്തും. അപ്പോഴത്തേന് ഇനിയിപ്പോൾ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ സ്കൂൾ എല്ലാ പിള്ളേരും വന്ന് തുടങ്ങും. നമ്മൾ ബസ് ടൈം നോക്കി വരുന്നത് കൊണ്ടാണ് ഇച്ചിരി നേരത്തെ. അപ്പം ഞാൻ തിരിച്ചു പോകുന്ന സമയത്തും എന്നെ ഹെൽപ്പ് ചെയ്യും ക്രോസ് ചെയ്യാൻ വേണ്ടി. കാരണം ഈ ടൈമിൽ നല്ല ബിസി ആയിരിക്കും റോഡ്. കാരണം സ്കൂളിലേക്ക് കുട്ടികളെ കൊണ്ടുവരാനും വിടാനുള്ള ആൾക്കാരുടെ തിരക്ക് ഇഷ്ടം പോലെയാണ്. അതുകൊണ്ട് ഇങ്ങനെയാണ് അവർ ക്രോസ് ചെയ്യിപ്പിക്കുന്നത് കേട്ടോ. 2 സൈഡിൽ നിന്നും വരുന്ന വണ്ടികൾ ഇതുപോലെ നടുക്ക് നിന്നിട്ട് ആ ലോലിപോപ്പ് വെച്ച് അതിൽ സ്റ്റോപ്പ് എന്ന് എഴുതിയിട്ടുണ്ട്. അതിങ്ങനെ കാണിക്കും. അപ്പം 2 സൈഡിൽ നിന്ന് വരുന്ന വണ്ടി അവിടെ സ്റ്റോപ്പ് ചെയ്ത് കൊടുത്തിട്ട് പിള്ളേർ ക്രോസ് ചെയ്ത് പോകും. നല്ല സേഫാണ് കേട്ടോ. അതുകൊണ്ട് ഒറ്റയ്ക്കൊക്കെ വരുന്ന കുട്ടികൾക്ക് പേടിക്കാനൊന്നുമില്ല. അങ്ങനെ ഞാൻ അടുത്ത ബസ് കിട്ടിയിട്ട് ഈ ബസ് ശരിക്കും നമ്മുടെ വീട്ടിൽ നിന്ന് വരുന്ന ആ സൈഡിൽ നിന്ന് വരുന്ന ബസ് തന്നെയാണ് കേട്ടോ. എഴുതിയേക്കുന്ന കണ്ടില്ല, ഒരു യാത്രയ്ക്ക് 2 പൗണ്ട് 10 പെൻസ് ആണ്. ഒരു ഫുൾ ഡേ നമ്മൾ ഈ ബസ്സിൽ തന്നെ യാത്ര ചെയ്യുവാണ് 5.90 പെൻസ് വരെ അവിടെ എടുക്കത്തുള്ളൂ. നമ്മൾ എത്ര പ്രാവശ്യം കാർഡ് സ്വൈപ്പ് ചെയ്താലും മാക്സിമം 5.90 പെൻസ് വരെ അവർ ഒരു ദിവസത്തെ യാത്രയ്ക്ക് എടുക്കത്തുള്ളൂ കേട്ടോ. അപ്പം അങ്ങനെയൊക്കെ കുറച്ച് ബെനിഫിറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട് യാത്ര ചെയ്യുന്നവർക്ക്. പിന്നെ പാസ് എടുക്കുവാണെങ്കിൽ നല്ല ലാഭമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പാസ് എടുത്തേക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒരു ദിവസം എനിക്ക് 250 പൗണ്ട് എങ്ങാണ്ടേ വരുന്നുള്ളൂ. എത്ര പ്രാവശ്യം യാത്ര ചെയ്താലും. അതല്ലേ അപ്പോൾ ലാഭം നമ്മൾ 590 കൊടുക്കുന്നതിനെക്കാട്ടും. അപ്പം അങ്ങനെയാണ് ഞാൻ പാസ് എടുത്തേക്കുന്നത്. അങ്ങനെ ജിമ്മിലെത്തി. ജിമ്മിൽ എൻട്രൻസിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇതുപോലൊരു സ്കാനിങ് ചെയ്യാനുള്ളൊരു ഓപ്ഷനുണ്ട്. എല്ലാത്തിനും ആപ്പ് തന്നെയാണ് കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ അതിലുള്ള ഒരു പിൻ അടിച്ചു കൊടുത്താൽ മതി. അങ്ങനെ ചേഞ്ചിങ് റൂമിൽ പോയിട്ട് ലോക്കറിൽ കൊണ്ടുപോയി എൻ്റെ സാധനങ്ങളൊക്കെ കൊണ്ടുപോയി വെക്കും. ബാഗും അതുപോലെ തന്നെ ജാക്കറ്റൊക്കെ. പിന്നെ വന്നിട്ട് ഒരു അരമണിക്കൂർ ആദ്യം തന്നെ നടക്കും കേട്ടോ. നടന്നതിന് ശേഷമാണ് പിന്നെ ബാക്കിയുള്ള ഇതിലൊക്കെ കയറത്തുള്ളൂ. ഓരോ ദിവസം ഇങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കും ഞാൻ. ഏകദേശം 1.5 മണിക്കൂർ ചെയ്യും. അങ്ങനെ ഇന്നത്തെ ജിമ്മിലെ പരിപാടികൾ കഴിഞ്ഞു. തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. സമയം ഇപ്പോൾ ഏകദേശം ഒരു 11 മണിയാവും. ഇപ്പം നല്ല ചൂടുണ്ട് വെയിലിന്. അപ്പം ഞാൻ ബസ് കാത്ത് നിൽക്കുകയാണ്. ഈ സമയത്താണ് ഞാൻ പിന്നെ വീട്ടിലോട്ട് ഫോൺ ചെയ്യുന്നതും എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ കാര്യം പറയുകയൊക്കെ ചെയ്യുന്നത്. പിന്നെ ഇന്ന് കുറേ ആൾക്കാരുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു നല്ല വെയിലൊക്കെ കണ്ടപ്പോൾ എല്ലാവരും ഇങ്ങനെ പർച്ചേസ് ചെയ്യാനൊക്കെ ഇറങ്ങിയതാണെന്ന് തോന്നുന്നു. പിന്നെ കൂടുതലും വയസ്സായവരായിരിക്കും യാത്ര ചെയ്യാനുള്ളത്. അതുകൊണ്ട് ഈ അമ്മൂമ്മയ്ക്ക് തന്നെ നല്ല പ്രായമുണ്ട്. കഷ്ടപ്പെട്ടാണ് ആ ബസ്സിൽ കയറിയത് കേട്ടോ. ഒറ്റയ്ക്കാണ് പക്ഷേ പോകുന്നത്. അവർക്ക് അതൊക്കെ ഭയങ്കര ധൈര്യമാണ് കേട്ടോ. അങ്ങനെ ഞാൻ തിരിച്ച് വീട്ടിലെത്തി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇരിക്കുന്ന പരിപാടിയൊന്നുമില്ല കേട്ടോ. ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ മടിയാവും. അതുകൊണ്ട് നേരെ അടുക്കളയിലേക്ക് പോവും. അങ്ങനെ ഞാൻ തിരിച്ച് വീട്ടിലെത്തി. ഇനിയിപ്പോൾ അടുത്ത പരിപാടി കിച്ചണൊക്കെ ഒരു വഴിയായി കിടപ്പുണ്ട്, കാണിച്ചു തരാം. അങ്ങനെ ഇട്ടിട്ട് പോവും. രാവിലെ എനിക്ക് ഒട്ടും സമയം കിട്ടില്ല. ചപ്പാത്തി പോലും ഉണ്ടാക്കിയിട്ടില്ല. ഇനിയിപ്പം പോയിട്ട് ഇതിനൊക്കെ ഒന്ന് ഫസ്റ്റ് ഡിഷ് വാഷറിലൊക്കെ ഇടണം. തുണി നനച്ചത് കിടപ്പുണ്ട്. അപ്പോൾ ആദ്യം പാത്രമൊക്കെ പറക്കി കഴുകാനിട്ട് വീടൊക്കെ ഒന്ന് വൃത്തിയാക്കട്ടെ. എന്നിട്ട് വേണം പോയി കുളിക്കാൻ. അതിനുശേഷം എന്നും ഞാൻ രാവിലെ
പോകുന്ന സമയത്ത് ഇവർക്കുള്ള ഫുഡ് ഉണ്ടാക്കും. പശുക്കുട്ടിയും വിമാനം ഉണ്ടാക്കുന്ന ഫുഡിൽ ചപ്പാത്തിയാണ് ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ അതുണ്ടാക്കി വെക്കുന്നത്. ഇനി ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി വെച്ചിട്ടില്ല, ഇനി വേണം ഉണ്ടാക്കാൻ. സമയമില്ലായിരുന്നു ഒട്ടും. ഞാൻ രാവിലെ വീഡിയോ എടുക്കാൻ തുടങ്ങി, പക്ഷേ എനിക്ക് സമയമേ കിട്ടിയില്ല. രാവിലെ ഞാൻ എന്തൊക്കെ വെച്ചെന്ന് കാണിച്ചു തരാം. രാവിലെ ഉണ്ടാക്കിയത് ബീൻസ് തോരനും പിന്നെ ഇതൊരു മുട്ട റോസ്റ്റ് പോലെ ഉണ്ടാക്കിയതാണ് കേട്ടോ. പിന്നെ സാമ്പാർ, ചോറ് ഏട്ടന് ഓഫീസിൽ കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഇതെല്ലാം വെക്കുന്നത്. പിന്നെ പിള്ളേർക്കുള്ളത് ഞാൻ ചപ്പാത്തി മുട്ട റോസ്റ്റുമാണ് കൊടുത്തിട്ടത്. പിന്നെ കൂട്ടത്തിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്തുവായിരുന്നു? ദോശയായിരുന്നു കേട്ടോ, ദോശയും ചമ്മന്തി. അപ്പോൾ രാവിലെ ഇതെല്ലാം കൂടെ ചെയ്ത് വരുമ്പോൾ പിന്നെ എനിക്ക് ക്ലീൻ ചെയ്യാനുള്ള സമയം കിട്ടത്തില്ല കേട്ടോ. പിന്നെ അതുകൊണ്ടാണ് തിരിച്ച് വന്നിട്ട് ഫുള്ള് ആദ്യം ക്ലീനിങ് ചെയ്യുന്നത്. പിന്നെ ബാക്കി ഉള്ള കുറേ അല്ലറ ചില്ലറ പണികളൊക്കെ കാണുമല്ലോ, അതൊക്കെ ചെയ്യും. പിന്നെ രാവിലെ ഞാൻ ഒരു 6:30 എണീക്കണമെന്നുണ്ടെങ്കിൽ. അതുകൊണ്ടാണ് ആ സമയത്ത് എനിക്ക് വീഡിയോയും കൂടെ എടുക്കാൻ പറ്റാത്തത്. ഫുഡിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ ആ സമയത്ത് പറ്റില്ല. കാരണം നമ്മൾ വീഡിയോ എടുക്കുവാണെങ്കിൽ ഒരുപാട് ടൈം എടുക്കും. ഇനി കുറച്ച് നേരത്തെ എഴുന്നേറ്റിട്ട് വേണം വീഡിയോയും രാവിലത്തെ കുക്കിങ്ങൊക്കെ കൂടെ ഒക്കെ ഉൾപ്പെടുത്താൻ. നോക്കട്ടെ. എല്ലാ ദിവസവും വിചാരിക്കും കുറച്ച് നേരത്തെ എണീക്കണമെന്ന്. പക്ഷേ എന്നാലും ഞാൻ 6 മണിക്ക് അലാറം വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഓഫ് ചെയ്തിട്ട് 6:30ക്ക് എണീക്കത്തുള്ളൂ. അതൊരു എന്താണെന്ന് അറിയത്തില്ല, എന്തിനാണ് 6 മണിക്ക് അലാറം വെക്കുന്നതെന്ന് ചിലപ്പോൾ ഞാൻ ആലോചിക്കും. അതൊരു 6:30 ആകുമ്പോൾ എണീക്കണം എന്നുള്ള ഒരു മനസ്സിനെ ചിട്ടപ്പെടുത്താൻ വേണ്ടി ഞാനത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അങ്ങനെ ഞാൻ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്നപ്പോഴാണ് ആലോചിച്ചത്, അയ്യോ രാത്രിയിലത്തേക്ക് ഇനി എന്താണ് അടുത്തതെന്ന്. നമ്മളിങ്ങനെ മൈൻഡിലിങ്ങനെ ഓടിക്കൊണ്ടേ ഇരിക്കുമല്ലോ, അടുത്ത എന്താണെന്നുള്ളത്. അപ്പോൾ രാത്രിയിൽ ഇനിയിപ്പം അടദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഓൾറെഡി ഉച്ചയ്ക്ക് ചപ്പാത്തി കഴിച്ചു, ഇനി വീണ്ടും ചപ്പാത്തി രാത്രി കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ എല്ലാ ദാലും കൂടെ ഇങ്ങനെ കുതിർത്തിടും കേട്ടോ. 2-3 മണിക്കൂർ ഇട്ടാൽ മതി. അപ്പം വൈകിട്ട് പെട്ടെന്ന് തന്നെ ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് വറ്റൽമുളകും പിന്നെ പെരുംജീരകം അതുപോലെ തന്നെ വേറെ എന്താണ് വെളുത്തുള്ളി എല്ലാം കൂടെ അരയ്ക്കും കേട്ടോ. അരയ്ക്കുന്ന സമയത്ത് കുതിർത്ത് അരയ്ക്കുന്ന സമയത്ത്. അപ്പോഴത്തേനും എൻ്റെ ചപ്പാത്തിയൊക്കെ ഞാൻ റെഡിയാക്കി എടുത്തു. ഇനിയിപ്പം കുറച്ച് തുണിയുണ്ട്, അതും കൂടെ കൊണ്ടുപോയി വിരിക്കണം. എന്നിട്ട് നേരെ ഞാൻ പോയി കുളിച്ചു കേട്ടോ. എനിക്ക് നല്ല വിശക്കൊന്നുണ്ടായിരുന്നു. ഇന്ന് ഞാൻ പിന്നെ തലയും കൂടെ കുളിച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും അങ്ങനെ തല കുളിക്കാറില്ല, 2-3 ദിവസം കൂടുമ്പോഴാണ് ഇപ്പം മുടി കഴുകുന്നത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. ഇനിയിപ്പം സമയം ഇപ്പോൾ ഏകദേശം 1:45. ഇനിയിപ്പോൾ റെഡി ആയിട്ട് 2 മണിക്ക് വീണ്ടും വിമാനെ വിളിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ വേഗം പോയി ഒരുങ്ങിയിട്ട് വരട്ടെ കേട്ടോ. ഇടയിൽ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ സമയം ആകെ 1 മണിക്കൂറാണ് ഇന്ന് എനിക്ക് കിട്ടിയത്. പെട്ടെന്ന് റെഡി ആവട്ടെ. ഞാൻ വേഗം പോയി മുടി ഉണക്കുകയാണ് കേട്ടോ. ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ ഡ്രയർ ഉപയോഗിക്കുന്നത്. നേരത്തെ ഒന്നും ഞാൻ ഡ്രയറൊന്നും ഉപയോഗിക്കത്തില്ലായിരുന്നു കേട്ടോ. ഇപ്പം ഞാൻ ഇത് ഉപയോഗിക്കാൻ കാരണമെന്ന് പറഞ്ഞാൽ വെളിയിൽ നമ്മൾ ഈ കുളിച്ചിട്ട് പോണ സമയത്ത് നല്ല തണുപ്പും കൂടെ ആയിരിക്കുമല്ലോ, പിന്നെ കൂട്ടത്തിൽ നല്ല കാറ്റും ഉണ്ടാവും ഇവിടെ. അപ്പോൾ തിരിച്ച് വീട്ടിൽ വരുന്ന സമയത്ത് എനിക്ക് നല്ല ജലദോഷം ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇപ്പോൾ ഡ്രയർ ഉപയോഗിച്ചിട്ട് പോവുകയാണെങ്കിൽ എനിക്കിപ്പോൾ ആ ഒരു പ്രശ്നമില്ല കേട്ടോ. എന്ന് വെച്ചാൽ ഡ്രയർ എന്നും ഉപയോഗിക്കുന്നത് നല്ലതൊന്നും അല്ല കേട്ടോ. തലയ്ക്ക് ചൂടാണ് നമ്മൾ കൊടുക്കുന്നത്. വല്ലപ്പോഴും ആഴ്ചയിൽ 1-2 ഒക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഞാൻ റെഡി ആയിട്ട് ഇപ്പോൾ പോവാണ് കേട്ടോ. ഈ പോകുന്ന സമയത്ത് ഒരു 100 പ്രാവശ്യം ലൈറ്റ് ഓഫാക്കിയോ സ്റ്റൗ ഓഫാക്കിയോ ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കും. അത് മിക്കവാറും എല്ലാ വീട്ടിലെ ആൾക്കാർ ചെയ്യുന്നതായിരിക്കും അല്ലേ. അല്ലെങ്കിൽ ഒരു മനസ്സമാധാനം ഉണ്ടാകത്തില്ല, ഓഫാക്കിയോ ഇല്ലയോ എന്ന്. പിന്നെ ഇവിടെ ഗ്യാസ് അല്ല കേട്ടോ, ഇലക്ട്രിക് സ്റ്റൗ ആണ്. എന്നാലും ഞാനിങ്ങനെ ചെക്ക് ചെയ്യും. നല്ല ക്ലൈമറ്റ് കേട്ടോ, തണുപ്പൊന്നുമില്ല. ഞാൻ വീട്ടിൽ നിന്ന് കഥ തുറന്ന് നോക്കിയപ്പോൾ എനിക്ക് ചെറുതായിട്ട് തോന്നി, പക്ഷേ കഴിഞ്ഞിറങ്ങിയപ്പോൾ കുഴപ്പമില്ല. അല്ല അങ്ങനെ നമ്മൾ ബസ്സിൻ്റെ അടുത്തേക്ക് എത്താറായി. വന്ന് കിടപ്പുണ്ടോ എന്തോ, ചിലപ്പോൾ നേരത്തെ വന്ന് കിടക്കും. അങ്ങനെ ഞാൻ വീണ്ടും ബസ്സിൽ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ സ്കൂളിലോട്ട് പോകാൻ മെയിൻ റോഡിൽ കൂടെ വഴിയുണ്ട്, പക്ഷേ അതിന് പാരലായിട്ട് ഒരു ചെറിയൊരു ഇടവഴിയുണ്ട് കേട്ടോ. അതിലൂടെയാണ് ഇപ്പോൾ ഞാൻ പോകുന്നത്. അവിടെ ഇങ്ങനെ കൊണ്ട് TV ഒക്കെ പൊട്ടിച്ചൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ നോണ്ട് കാർട്ടൊക്കെ കൊണ്ട് ആരൊക്കെയോ ഇവിടെ കൊണ്ടിട്ടിട്ടുണ്ട്. ഇപ്പം ഞാനാണ് ഇവിടെ ആദ്യം വരുന്നത്. ഇവിടെ ഒന്നും ആരുമില്ല എൻ്റെ സ്കൂളിൽ. എന്താ സമയമാവണതേ ഉള്ളൂ. നേരത്തെ ഒന്ന് അടുത്തിരിക്കുന്ന സമയത്ത് ഞാൻ വന്നിട്ടേ ഇല്ല. ഇപ്പം ദിവസം വരുന്നുണ്ട്. നല്ല വെയിലുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ച് തണുക്കുമായിരിക്കുന്നു, വെറുതെ ആവശ്യമില്ലായിരുന്നു ഈ ഒരു ജാക്കറ്റ്. സ്കൂൾ വിട്ട് വിമാൻ വരുന്നതും താമസം ഞാനും വിമാനും കൂടെ ഒറ്റ ഓട്ടമാണ് ബസ് പിടിക്കാൻ വേണ്ടി കേട്ടോ. ഞങ്ങളിപ്പം പോണ ബസ് കിട്ടിയില്ലെങ്കിൽ വീണ്ടും ഒരു 3/4 മണിക്കൂർ ഞാൻ വെയിറ്റ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഓടിപ്പിടിച്ച് ഞങ്ങൾ വന്ന് ബസ്സിൽ കയറും. അങ്ങനെ ഇപ്പം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകണം കേട്ടോ. ഈ സമയത്ത് അത്യാവശ്യം നല്ല ട്രാഫിക്ക് കാണും കേട്ടോ. ഇവിടെയൊക്കെ സ്കൂളുകളുണ്ടല്ലോ, അപ്പോൾ എല്ലാവരും പിള്ളേരെ വിളിക്കാൻ വരുന്ന ടൈമാണ്.
അത്യാവശ്യം നല്ല തിരക്കുണ്ട്. അങ്ങനെ നമ്മൾ ബസ് ഇറങ്ങി വശിക്കുട്ടിയുടെ സ്കൂളിൻ്റെ മുമ്പിലുള്ള ഒരു ബസ് സ്റ്റോപ്പിലാണ് നമ്മൾ ഇറങ്ങണത്. അവിടുന്ന് ഇനി നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. നല്ല രസമുള്ള കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് പോവാം. നല്ല പൂക്കളും മരങ്ങളും ഒക്കെ. നല്ല കളറാണ് കേട്ടോ ഇവിടുത്തെ പൂക്കൾക്ക്. നിങ്ങൾ തന്നെ നോക്ക് എന്താ ഭംഗി എന്നറിയാം. ഞാൻ ഈ ക്യാമറ ഒന്നും മാറ്റിയിട്ടില്ല, കാരണം ഇത് ഒറിജിനൽ കളർ തന്നെയാണ് കേട്ടോ ഈ പൂക്കളുടെ. അല്ലാതെ ഞാൻ കളറൊന്നും കൂട്ടിയിട്ടില്ല കേട്ടോ. നല്ല ഭംഗിയുള്ള പൂക്കൾ. അങ്ങനെ ഞങ്ങളുടെ വീട്ടിലെത്തി. ഇനിയും ഞാൻ കുറച്ച് നേരം ഇങ്ങനെ കുത്തിയിരിക്കും, കാരണം രാവിലെ തൊട്ട് ഓടുവാണല്ലോ. അപ്പോഴത്തേന് വശിക്കുട്ടി സ്കൂളിൽ നിന്ന് എത്തിയിട്ടുണ്ട് കേട്ടോ. ചില ദിവസം അവൾ നേരത്തെ വരും, ചില ദിവസം ഞാൻ വന്നതിന് ശേഷമേ വരത്തുള്ളൂ. അപ്പോൾ സ്കൂളിൽ നിന്ന് എന്തോ ഒരു പേപ്പർ കൊടുത്തു വിട്ടിട്ടുണ്ട് വിവാനം. ഈ വർഷത്തെ ലേണിംഗ് കോൺവെർസേഷനാണ്. അതിനെക്കുറിച്ചുള്ള ഫീഡ്ബാക്ക് കൊടുക്കണം, എന്തൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യണം, ഏതൊക്കെ ഭാഗങ്ങളാണ് ഇഷ്ടപ്പെട്ടതെന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതിനി എഴുതി കൊടുക്കണം. അങ്ങനെ നല്ല വെയിലത്ത് പോയിട്ട് വന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു നല്ല ഉറക്കം വന്നുകൊണ്ടിരുന്നു. ഞാൻ ഇവർക്ക് കൊടുക്കാൻ വേണ്ടി ചിക്കൻ നഗറ്റ്സിന് ഓവനിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് റെഡിമെയ്ഡാണ്, ജസ്റ്റ് ഓവനിൽ വെച്ച് ഒന്നുകൂടെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കുകയാണ്. സാധാരണ ഞാൻ ഇതൊന്നും വാങ്ങാറില്ല, വല്ലപ്പോഴും ഒക്കെ ഒരു ചേഞ്ചിന് വേണ്ടി വാങ്ങുന്നതാണ്. ചില ദിവസം നമുക്ക് എന്തെങ്കിലും കൊടുക്കണമല്ലോ, വൈകിട്ട് വരുമ്പോൾ എന്തായാലും വിശക്കുമല്ലോ. അത് സ്കൂളിലെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേന് എല്ലാവർക്കും വിശപ്പിൻ്റെ വിളി വരും. അങ്ങനെ അതൊക്കെ കൊടുത്തു. അപ്പോൾ ഇനി പ്രത്യേകിച്ചൊന്നുമില്ല. ഇനിയിപ്പോൾ കുറച്ച് നേരം ഇന്ന് റെസ്റ്റൊക്കെ എടുത്ത് ഇങ്ങനെ കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോഴത്തേനെ ഏട്ടൻ വരും. പിന്നെ ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് കൂടെ ഒക്കെ കട്ട് ചെയ്ത് കൊടുത്ത്. നല്ല വെയിലായിരുന്നു, അപ്പോൾ ഫ്രൂട്ട്സ് കഴിക്കാനൊരു കൊതി തോന്നി. അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.